കാസർഗോഡ് ജില്ലയിലെ പടന്ന എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും ഇവിടെ യു എയുടെ മണ്ണിൽ യു സ്റ്റാർട്ടഡ് ടു ബിൽഡ് ആൻ എംപയർ. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് നമ്മുടെ സ്വന്തം ക്രീം ബണ്ണിൻ്റെ താത്ത എന്ന പേരിലാണ്. താത്താൻ്റെ ക്രീം ബണ്ണ് അല്ലെങ്കിൽ ക്രീം ബണ്ണിൻ്റെ താത്ത എന്ന് പറഞ്ഞാൽ ഇവിടെ യു എയിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ഹൗ യു ആർ ഫീലിംഗ് യുവർ സെൽഫ് വിത്ത്? ഞാൻ കാസർഗോഡ് ജില്ലയിൽ പടന്നയിലാണ്. തൃക്കരിപ്പൂരാണ് ഇപ്പോൾ വീടെടുത്തിരിക്കുന്നത്. 2022 ഞാനിവിടെ യു എയിൽ വന്നത്. 2022 ഇങ്ങോട്ടേക്ക് വരുന്നത്, യു എയിൽ എത്തുന്നത്. അവിടെ നിന്ന് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പടന്നേന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ക്രീം ബൺ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണോ വരുന്നത്? അതെ, ഇവിടെ ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് തന്നെ വന്നതാണ് ദുബായിലോട്ട്. ഓക്കെ, ദുബായിയുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ദുബായിയുടെ മണ്ണിലൊരു ബിസിനസ് എന്ന മൈൻഡോട് കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എങ്ങനെയാണ് ബേക്കിംഗ് രംഗത്തേക്ക് എത്തുന്നത്? എൻ്റെ ചെറിയ ഏജിൽ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, കുക്കിംഗ് നന്നായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തിമാരൊക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ അവരുടെയൊക്കെ കണ്ടു, ആ സമയം പഠിച്ച് അങ്ങനെ പിന്നെ മകൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്നത്. അതിൽ ഞാനൊരു രസകരമായൊരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു, ആളും മകനും കൂടെ ഒരുമിച്ചാണ് പഠിച്ചത് എന്നുള്ളത്. അതുള്ളതാണോ? ഉള്ളതാണ്. ആണോ? ഓക്കെ. അത് ഒരുപാട് രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായി കാണുമല്ലേ? അതായത് മകന് കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ അവൻ്റെ കോളേജ് ക്യാമ്പസിനകത്ത് തന്നെ എനിക്കൊരു സീറ്റ് കിട്ടി. അതായത് ട്രെയിനിങ്ങോട് കൂടി പഠിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ പഠിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടി. ആ മകൻ്റെ പിറന്നാളിന് ഉണ്ടാക്കുന്ന ഒരു കേക്കിൽ നിന്നാണ് ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് എന്നുള്ളൊരു ഐഡിയ വരുന്നത്. മകൻ്റെ പിറന്നാളിന് ജസ്റ്റ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ആ ഒരു സമയം എനിക്ക് ഇതിനോട് അങ്ങനെ ഭയങ്കര ഒരു പാഷൻ വന്നിട്ടില്ല. പിറന്നാൾ ടൈമിൽ എനിക്കൊന്ന് കൈരളി TV-യിൽ ലക്ഷ്മി നായറിലെ അവരുടെ ഒരു കുക്കിംഗ് ഷോ കണ്ടു. അതിലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഇത് ചെയ്യുന്നുണ്ടായി അവർ. അങ്ങനെ അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത്. ഡയറി മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കി മുകളിൽ വെച്ച് ചോക്കോ സ്റ്റിക്കിനെ കൊണ്ട് പേരൊക്കെ എഴുതിയിട്ട് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത് അങ്ങനെയാണ്. ഓക്കെ, TV ഷോ കണ്ടിട്ട് തുടങ്ങിയതാണ്. അതെ. എന്നിട്ട് അവിടെ നിന്ന് അത് കണ്ടു, ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഇടയ്ക്ക് അനിയത്തിമാരുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് നാട്ടിൽ ചെറിയൊരു ബേക്കിംഗ് ക്ലാസ് വന്നു. ഒരു ഹോം ബേക്കറുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അനിയൻ്റെ വൈഫ് എന്നെ ആദ്യമായിട്ട് നിർബന്ധിച്ചിട്ടാണ് എന്നെ ക്ലാസ്സിന് കൊണ്ടുപോയത്. എനിക്ക് ആ സമയം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ആ ക്ലാസ്സിന് പോയി വന്ന് പിന്നെ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെയായി അന്ന് തുടങ്ങിയതാണ്, ഞാൻ നിർത്തിയിട്ടില്ല. ഈ അങ്ങനെയാണോ മകൻ്റെ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കുന്നത്? അങ്ങനെ ഞാൻ പിന്നെ ഡെയിലി ഓരോ പരീക്ഷണങ്ങൾ നടത്തും. ആ ക്ലാസ്സിന് ഉണ്ടായിരുന്നതും പിന്നെ അതിനുശേഷം വീണ്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഫ്രണ്ട്സ് എന്നോട് വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, അങ്ങനെ ഇങ്ങനെ പോയി. കുറച്ച് നാൾ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഇൻസ്റ്റാഗ്രാമും പേജിൽ പോസ്റ്റ് ചെയ്യുമല്ലോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ എനിക്ക് തന്നെ സ്വയം തോന്നി എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. എല്ലാ ബേക്കേഴ്സും ഹോം ബേക്കേഴ്സും ചെയ്യുന്നുണ്ട്, അത് തന്നെ ഞാനും ചെയ്യുന്നു. ഒന്നും വ്യത്യസ്തമായിട്ടൊന്നുമില്ല, പുതിയതായിട്ടൊന്നുമില്ല. ടേസ്റ്റും ഒക്കെ എല്ലാവരും വ്യത്യസ്തമായ ടേസ്റ്റിൽ ചെയ്യുന്നുണ്ട്. അത് എത്ര ബെറ്റർ ആക്കാൻ പറ്റും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാതെ പുതിയതായിട്ടൊന്നുമില്ല. എനിക്ക് കൂടുതൽ ഒന്നുകൂടി പഠിക്കണം എന്ന് തോന്നി. അപ്പോൾ പിന്നെ കൊച്ചിയിൽ ആദ്യം ഒരു ക്ലാസ്സിന് പോയി, വീണ്ടും ഒരാഴ്ചത്തെ ക്ലാസ്സിന് പോയി. തിരിച്ചു വന്നിട്ട് വീണ്ടും ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മാറ്റം വന്നു. പേജിൽ കുറച്ചും കൂടി മറ്റുള്ളവരെക്കാളും നമുക്കത് ഉണ്ടാവുമല്ലോ എന്തായാലും, എല്ലാവരും ചെയ്യുന്നതിനേക്കാളും ചെയ്യാൻ പറ്റണം എന്നുള്ളത് കുറച്ചൊരു മാറ്റം വന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, അല്ലാതെ കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഓരോ വർഷവും ഇതുമാതിരി ക്ലാസ് എവിടെ വന്നു കഴിഞ്ഞാലും ഒരു 1 വീക്കോ 2 വീക്കോ പോയി നിന്നിട്ട് പഠിച്ചിട്ട് വരും. അതൊക്കെ പഠിച്ചതൊക്കെ കേക്ക് ഡിസൈനിങ് ആയിരുന്നു. ഫ്ലേവേഴ്സ് ഓൾറെഡി എനിക്കറിയാം ചെയ്യാൻ. പഠിച്ചതൊക്കെ കേക്ക് ഡിസൈൻ ആയിരുന്നു. അപ്പോൾ അത് ഒന്നും കൂടി നല്ല ബെറ്ററായിട്ട് വന്നപ്പോൾ പിന്നെ വീണ്ടും എനിക്കൊരു
ഒരു ഡൗട്ട് വന്നു. അതായത് എന്നാലും എന്തോ ഒരു പോരായ്മ, ഓക്കെ, നമുക്കൊരു സ്വയം ഫീൽ ചെയ്യില്ലേ, സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് വരുന്നില്ല. എന്തോ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തു, ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ. പിന്നെ ഞാൻ മകനോട് സംസാരിച്ചു ഇതിനെക്കുറിച്ചിട്ട്. എനിക്ക് കംപ്ലീറ്റ് ബേക്കർ ആവണം, എല്ലാം പഠിക്കണം, അതായത് ഷെഫാവണം. മകനോട് പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കുറേ അക്കാഡമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. ആ സമയം അവർക്ക് വലിയ ഫീസ് പറഞ്ഞു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അത്രയും ഫീസ് കൊടുക്കാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവന് പിന്നെ BSc MLT പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ്റെ അടുക്ക് ബ്ലഡ് എടുക്കാൻ വന്നതാണ് ഒരു ഷെഫ്. ഓക്കെ, അവൻ്റെ കോളേജിൽ തന്നെയുള്ള അവിടെ പഠിപ്പിക്കുന്നുണ്ടായ ഒരു ഹെഡ് ഷെഫ് ബ്ലഡ് എടുക്കാൻ വന്നപ്പോൾ അവനിങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, പരിചയപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അപ്പോൾ ഷെഫ് പറഞ്ഞു, അങ്ങനെ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഹാർഡ് വർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ അവൻ പഠിക്കുന്ന കോളേജിലോട്ട് പോകുന്നത്. ഒരു കംപ്ലീറ്റ് ബേക്കർ ആവാൻ വേണ്ടി മകൻ്റെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയി. അവൻ ബോയ്സ് ഹോസ്റ്റലിൽ, ലേഡീസ് ഹോസ്റ്റലിൽ. ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു ക്യാമ്പസിനകത്തോട്ട് കയറുമ്പം. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് അവൻ്റെ തന്നെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലെയായി. ഓ, മകൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഉമ്മയുടെ ഫ്രണ്ട്സ് ആയിട്ട് മാറി. അങ്ങനെയായില്ലേ. സോ മകൻ്റെ അടുത്ത് അവിടെ കോളേജ് ആവുന്ന സമയത്ത് യങ്സ്റ്റേഴ്സിന് ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം അപ് ടു ടൈം അറിയുന്നുണ്ടായിരുന്നു. അതെ, ഒരുപാട് രസകരമായ, അത് വളരെ രസകരമായൊരു അനുഭവമായിരുന്നു. അതെ അതെ അതെ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, അതായത് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത സമയത്താണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നത്. അതെ അതെ, നമുക്ക് സ്വയം തോന്നുമല്ലോ എല്ലാവരും ചെയ്യുന്നതേ ഞാൻ ചെയ്യുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. കേക്ക് ചെയ്യുന്നു, കേക്കിന് എത്ര ടേസ്റ്റി ആക്കാൻ പറ്റും എന്നെ കൊണ്ട് സാധിക്കും. ഡിസൈനിങ്ങും സാധിക്കും. ഡിസൈനിങ്ങും ഞാൻ കുറേയൊക്കെ പഠിച്ചു. ഒരുവിധം എങ്ങനെ ഒരു വർഷം 3-4 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യും. എവിടെ ഉണ്ടെങ്കിലും പോകും, എത്ര ദൂരെയാണെങ്കിലും പോകും. അത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് കേക്ക് ക്ലാസ്സിന് പോയി വന്നത് അന്ന് തൊട്ടിട്ട് ഡെയിലി എനിക്ക് തോന്നുന്നു 2 മണി 3 മണിയൊക്കെ ആവും ഞാൻ ഉറങ്ങാൻ. കുട്ടികൾ പറയും എന്താ ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ എനിക്കിത് ശരിക്കും തലക്ക് പിടിച്ചു എന്ന് പറയാം. ഭയങ്കരമായിട്ട് അതിങ്ങനെ മനസ്സിൽ കയറി. പിന്നെ ആരെന്ത് പറഞ്ഞ് കഴിഞ്ഞാലും ക്ലാസ്സിന് പോകുന്ന പറയും, എത്ര ക്ലാസ്സിനാണ് പോവുക ഡെയിലി, വർഷത്തിൽ എത്ര ക്ലാസ്സിനാണ് പോകുന്നത്, പഠിച്ചില്ലേ, ഇത്രയും പഠിച്ചില്ലേ, ഇനി എന്താ പഠിക്കണ്ടേ എന്ന് ചോദിക്കും. എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല, കംപ്ലീറ്റ് ആവാത്തൊരു ഫീലായിരുന്നു. ഒരു കംപ്ലീറ്റ് ബേക്കർ ആവാൻ നമ്മൾ അങ്ങനെ മകൻ്റെ കോളേജിൽ അഡ്മിഷൻ എടുത്തു.